ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അപ്രകാരമുള്ള ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ നാരായണീയ മധുരത്തിൻ്റെ 139 ദിവസമാണ്. ഇന്ന് ഒരു പുതിയ ദശകം ആരംഭിക്കുകയാണ്. കപിലാവതാരം എന്ന പേരോടുകൂടിയ ഭഗവാന്റെ വരാഹാവതാരം കേട്ട നമ്മൾ ഇപ്പതാ മനുവിൻ്റെ പ്രജാപരിപാലനം എങ്ങനെ നടത്തി എന്നുള്ളതും പിന്നെ ആ മനുപുത്രിയായ ദേവഹൂതിയിൽ കപിലൻ എന്ന പേരിൽ അവതരിച്ചു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ദശകത്തിൽ കേൾക്കുന്നത്. ഇവിടെ വസന്തമാലിക എന്ന വൃത്തത്തിലാണ് ഈ ദശകം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആ ശ്ലോകം ആദ്യം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, തുടർന്ന് വീണ്ടും ശ്ലോകം ചൊല്ലി അതിനുശേഷം പതിവ് പോലെ ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. സമനുസ്മൃതതാവകാംഘ്രിയുഗ്മ സമനു പങ്കജ സംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. പങ്കജ സംഭവാംഗജന്മാ സ മനു സമനുസ്മൃതതാവകാംഘ്രിയുഗ്മ തേ ചരിതം കഥയൻ നിജം അന്തരം അന്തരായ ഹീനം സുഖം നിനായ. പട്ടേരിപ്പാടിൻ്റെ ഭാഷയിലുള്ള കഴിവ്, ഭാവനാവിലാസം, ഭക്തി, ഇതൊക്കെ
എല്ലാ ശ്ലോകങ്ങളിലും, പ്രത്യേകിച്ച് ചില ശ്ലോകങ്ങളിൽ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സമനുസ്മൃതതാവകാംഘ്രിയുഗ്മ സമനു. നോക്കൂ, സമനുസ്മൃതതാവകാംഘ്രിയുഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ പാദാരവിന്ദങ്ങളെ അനുസ്മരിച്ചും കൊണ്ട് അത് വേണ്ടതുപോലെ സമനുസ്മൃതതാവകാംഘ്രിയുഗ്മ, അവിടുത്തെ രണ്ട് പാദങ്ങളെയും ആ പാദാരവിന്ദങ്ങളെ, പാദാംബുജങ്ങളെ വേണ്ടതുപോലെ സ്മരിച്ച് പങ്കജ സംഭവാംഗജന്മാ സാ മനു, ബ്രഹ്മാവിന്റെ മകനായ പങ്കജ്, സംഭവൻ അത് ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിൽ നിന്ന് ജന്മം കൊണ്ട ആ മനു അവിടുത്തെ പാദയുഗളങ്ങളെ സ്ഥിരം നിത്യം സ്മരിച്ചും കൊണ്ട് തേ ചരിതം കഥയൻ, അവിടുത്തെ അവതാര കഥകൾ പ്രകീർത്തിച്ചും കൊണ്ട് നിജമന്തരം, തൻ്റെ അന്തരം എന്ന് പറഞ്ഞാൽ മന്വന്തരം, ആ മനുവിൻ്റെ അന്തരം മന്വന്തരം കാലം, തൻ്റെ മന്വന്തരമായ 71 ചതുർയുഗ കാലം. അപ്പോ അത്രയും കാലം ഒരു തടസ്സവുമില്ലാതെ അന്തരായഹീനം സുഖം നിനായ, ഒരു തടസ്സവുമില്ലാതെ സുഖത്തോടുകൂടി സുഖമായി കഴിച്ചുകൂട്ടി എന്നാണ്. ഇതിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഓരോരുത്തർക്കും സുഖമായിരിക്കാൻ സുഖായ കർമാണി കരോതി ലോക എന്ന് ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ വിതുരന്റെ വാക്കുകളായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരുടെയും ആഗ്രഹം സുഖം വേണമെന്നാണ്. സുഖം വേണമെങ്കിൽ എന്തു വേണം? ഭഗവത് സ്മരണ വേണം, ഭഗവത് കഥാകീർത്തനം വേണം. അതുകൊണ്ട് മാത്രമേ സുഖമായിട്ടിരിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെയൊക്കെ പൂർവികനായിരിക്കുന്ന, നമ്മളൊക്കെ മനുജരും മനുഷ്യരും മാനവരുമായി തീർന്നതിന് കാരണമായിരിക്കുന്ന, സകലരും മാനിക്കുന്ന, അല്ലേ, അങ്ങനെയുള്ള ആളാണ് മനു. അങ്ങനെയുള്ള ആ മനു സുഖമായിട്ടിരുന്നു. നമുക്കും അങ്ങനെ ഇരിക്കണമെങ്കിൽ ഭഗവത് സ്മരണ വേണം, ഭഗവാന്റെ കഥകൾ കീർത്തിക്കുകയും വേണം എന്ന് കാണിക്കുന്നു. ആ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് അനുസ്മരിക്കാം. സമനുസ്മൃതതാവകാംഘ്രിയുഗ്മ സ മനു പങ്കജ സംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ നാരായണ കപിലമൂർത്തേ. ബ്രഹ്മദേവപുത്രനാകും മനു തൻ്റെ മന്വന്തരം ബ്രഹ്മരൂപിയായ നിന്നെ സ്തുതിച്ചു വാണു. 71 ചതുർയുഗകാലം മനു നിന്നെ തൊഴുതല്ലോ സുഖമായി കാലം കഴിച്ചു. നാരായണ 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 കപിലമൂർത്തേ. നാരായണ നാരായണ പാവന കീർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.